IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പത്തനംതിട്ട അതിരുങ്കലിലെ മേഘയുടെ വീട്ടിലാണ് സുരേഷ് ഗോപി എത്തിയത്. മേഘയുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു. അന്വേഷണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം കുടുംബത്തിന് ഉറപ്പ് നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, മേഘ മധുവിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളുമായി സുരേഷ് ഗോപി സംസാരിച്ചു. അദ്ദേഹം അന്വേഷണത്തിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പങ്കുവച്ചത്? പത്തനംതിട്ട അതിരുങ്കലിലെ മേഘയുടെ വീട്ടിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. മേഘയുടെ പിതാവ് മധുസൂദനുമായി അദ്ദേഹം സംസാരിച്ചു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാവുകയില്ല, അന്വേഷണത്തിന് മുൻകൈ എടുക്കുമെന്ന് കേന്ദ്രമന്ത്രി കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ആശങ്കകൾ ആരാഞ്ഞു. കുടുംബം പലതരത്തിലുള്ള ആശങ്കകൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആശങ്കകൾ ഒന്നും ഉണ്ടാകാതെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുമെന്നും കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യമായ ഘട്ടമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കുടുംബം പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ മേഘയുടെ ആൺ സുഹൃത്തായിട്ടുള്ള മലപ്പുറം എടപ്പാൾ സ്വദേശി സുഗാന്ത് സുരേഷിന്റെ ഇടപെടൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ട്. ആരോപണ വിധേയനായ ഇയാളെ കണ്ടെത്തുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു. കുടുംബം തുടക്കം മുതൽ തന്നെ സംശയം ഉന്നയിച്ച ഇയാളെ നിരീക്ഷണത്തിലാക്കാൻ പേട്ട പോലീസിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇയാൾ ഒളിവിലേക്ക് പോകാൻ കാരണമായത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിലുള്ള ചില വീഴ്ചകളാണ് മേഘയുടെ പിതാവ് മധുസൂദനൻ പങ്കുവെക്കുന്നത്. ഇക്കാര്യം തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി സംസാരിച്ചപ്പോഴും ഈ മേഘയുടെ പിതാവ് കുടുംബം അറിയിക്കുകയും ചെയ്തത്. ഇക്കാര്യങ്ങളിലെല്ലാം ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം വഴിമുട്ടാതെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് കുടുംബം പ്രധാനമായിട്ടും കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര IBയിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ എന്ന നിലയിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാതെ തന്നെ ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകും. അതിനുവേണ്ട എല്ലാ നടപടികളും എടുക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം, കുടുംബത്തിന്റെ ആശങ്കകളെല്ലാം കേട്ടതിന് ശേഷം മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ സുഗാന്ത് സുരേഷ് എന്ന മേഘയുടെ ആൺ സുഹൃത്തിനെതിരെ സാമ്പത്തിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങളാണ് മേഘയുടെ പിതാവ് ആരോപിച്ചിരിക്കുന്നത്. ഈ മേഘയുടെ അക്കൗണ്ടിൽ നിന്നും സുഗാന്ത് സുരേഷ് പണം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്തെന്നും അത് ഫെബ്രുവരി മാസത്തിലെ പണമടക്കം മുഴുവൻ തുകയും മാറ്റിയെന്നും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും മരിക്കുന്ന ദിവസം 80 രൂപ മാത്രമാണ് മേഘയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങളാണ്, ഗുരുതര ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തി ആരോപിക്കുന്നത്. ഇയാളുടെ എടപ്പാളിലുള്ള വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ഇയാൾ ഒളിവിൽ പോയിരിക്കുന്നു എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് വഴിയൊരുക്കിയത് പോലീസ് തന്നെയാണെന്നാണ് മേഘയുടെ പിതാവ് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം സംശയമുണ്ടെന്നുള്ള കാര്യം തുടക്കത്തിൽ തന്നെ പോലീസിനെ അറിയിച്ചതാണ്. പക്ഷേ നിരീക്ഷണത്തിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മേഘയുടെ പിതാവ് ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആശങ്കകളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യാതൊരുവിധ വീഴ്ചകളും സംഭവിക്കാതെ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ നടപടികളും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് അമിത്ഷാ കേന്ദ്രമന്ത്രി അടക്കം ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് കുടുംബത്തിന് സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിരിക്കുന്നത്. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.